എൻ്റെ പൊന്നെ പിടിച്ച് ഹൈവ പൊളി സ്ഥലം. ഈ പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ചകൾ കണ്ടുണ്ടല്ലോ, അത്ര ബ്യൂട്ടിഫുൾ ആണ്. എനിക്കൊന്ന് കിട്ടി ഇതെന്താണ് സംഭവം? அந்த ஒரு சின்னதாக இருக்கும், அங்கே போகலான்னு அவர் അങ്ങോട്ടാ പോകണ്ടേ? ആ ഹലോ ഗായ്സ്, എല്ലാവരും ബോറടിച്ചിരിക്കുകയാണെന്നേ. നമുക്ക് ജസ്റ്റ് ഒന്നായിട്ട് റൈഡ് പോവാം. നിലവിൽ പെരുമ്പാവൂരിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. ഉളുപ്പുണ്ണിക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ഉളുപ്പുണ്ണിക്ക് ഏകദേശം ഇവിടുന്ന് 1 മണിക്കൂർ 45 മിനിറ്റ് ഉണ്ട്. 70 കിലോമീറ്റർ ആട്ടോ ഇവിടെ നമുക്ക് പോകാനുള്ളത്. വണ്ടിയിൽ ഇന്ധനമില്ല. ഞാനിപ്പോൾ ജിയോയുടെ പമ്പിലാണുള്ളത്. ഇവിടുന്ന് ഇന്ധനം അടിക്കണം, എന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ അതുപോലെ ഈ ഉളുപ്പുണ്ണി ചെന്നിട്ട് അവിടുന്ന് എനിക്ക് അടിമാലി വീട്ടിലേക്ക് പോകണം. അവിടുന്ന് 86 കിലോമീറ്റർ ഉണ്ട്, 2.5 മണിക്കൂറുണ്ട്. നമുക്ക് തൊടുപുഴ ചെന്നിട്ട് മൂലമറ്റം ആ റൂട്ടാണ് പോകുന്നത്. ഞാൻ ഒരു 2-3 വർഷമായിട്ട് മൈൻഡിലുള്ള സ്ഥലമാണ്. പല കാരണങ്ങളും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏതായാലും ഇന്ന് ഏതായാലും പോവാണ്. കുറേ 10-20-21 ദിവസം മുടങ്ങാതെ ജോലി എടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോവാണ്, ലീവിന് പോവാണ്, ബ്രേക്കാണ് ഗൈസ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ നേരെ ഉളുപ്പുണ്ണി പോയിട്ട് അവിടെ ചെന്ന് നമ്മുടെ എന്താ പറയുക, ആ ഒരു ഫ്രസ്ട്രേഷനും ആ ഒരു ഇത് കൂട്ടെല്ലാം നമ്മൾ മാറ്റാൻ വേണ്ടി പോകട്ടെ. ചെറിയ രീതിയിലൊന്നും എന്തെങ്കിലും ചെയ്താൽ മാറുന്നൊരു ഇതല്ല. കാരണം 21 ദിവസം കണ്ടിന്യൂസ്ലി ഡ്യൂട്ടി ആയിരുന്നു. 21-22 ദിവസം 22 ദിവസം കറക്റ്റ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാണ്. ക്യാമറ, ബാറ്ററി, ബാക്കി കാര്യങ്ങൾ, ഫോണിലെ ചാർജ് കാര്യങ്ങൾ റെഡിയാണ്. നമുക്ക് ഇന്ധനം അടിക്കണം. എന്നിട്ട് നമുക്ക് വിശേഷങ്ങൾ കണ്ടുപോകാം. അത് നമുക്ക് ഇന്ധനം അടിക്കാം. അവിടെ ഇന്ധനം കിട്ടും. പെട്രോള് എത്ര രൂപയ്ക്ക് അടിക്കണം ഗൈസ്? ഒരു 600 അടിക്കല്ലേ? ഒരു 600. മാപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് മൂവാറ്റുപുഴ, അവിടുന്ന് തൊടുപുഴ, അതാട്ടോ റൂട്ട്. പിന്നെ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഒരു ഷൂ ഉണ്ട്. ഷൂവിന് ചെറിയൊരു ഇതുപോലത്തെ ഷൂ ആണ് ഗൈസ്. ഒരു പ്രത്യേക മോഡലി ഷൂ ആണ്. അതുകൊണ്ട് തന്നെ ഗിയർ മാറാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഗിയർ മാറി ഇതിനകത്തൊക്കെ ഒരു കറുത്ത പാടും വരും. ശരിയില്ല, നമുക്ക് ഏതായാലും പോകാം. ഏതായാലും ഒരുപാട് നാളത്തെ ആഗ്രഹം. എല്ലാവരും ബോറടിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ വൈബ് മൊത്തമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അതായത് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ തൊടുപുഴ ചെന്നിട്ട് ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചിട്ട് അവനെ എടുക്കുന്നില്ല. നമുക്ക് ഏതായാലും അവിടെ ചെന്നിട്ട് അവനെ വിളിക്കാം. അവിടെ ഏകദേശം അവിടെ ചെല്ലുമ്പോൾ 9 മണിയാവും. നല്ല വെയിലുണ്ടാവും. ഞാൻ അതുകൊണ്ട് ഇതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് നമ്മുടെ മറ്റേ ഗ്ലാസ് കേട്ടോ. അതായിരിക്കും ഒരു വൈബെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഏകദേശം ഫുൾ ടാങ്ക് ഒരു കട്ട കുറവ്, ബാക്കി ഫുള്ള് ഇന്ധനം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിലൊന്നും ഒരു തുള്ളി പൊടി അടിക്കാൻ കേട്ടോ. കണ്ണ് നല്ല വൃത്തിയായിട്ടുണ്ട്. നല്ല അവിടെ ചെല്ലുമ്പോഴത്തേ മൊത്തം ചുവന്ന് കുത്തി മൊത്തം ഇതായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്ലാസും വെച്ച് നമുക്ക് പരിപാടി അങ്ങോട്ട് തുടങ്ങാം. അങ്ങനെ അപ്പോൾ ഒന്ന് പൊളിക്കുമല്ലോ ഗൈസ്. ചെറിയ ഓഫ് റോഡ് ഉണ്ടാവുമായിരിക്കും. വന്നിട്ടുണ്ട് കേട്ടോ. മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മൾ റൈറ്റ്, ഈ സിഗ്നലിൽ നിന്ന് റൈറ്റ് എടുത്ത് ഇത് പാലം കയറി നേരെ വിട്ടിട്ട് മൂടാണ് ഗൈസ്. ഇനി അടുത്ത തൊടുപുഴ കേട്ടോ. ഉപകാരപ്പെടുന്ന കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഞാനിപ്പോൾ നെറ്റ് ഓൺ ചെയ്തിട്ടില്ല. പക്ഷേ ആണെങ്കിൽ പാട്ട് വിടുന്നിട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്നാപ് ട്യൂബിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ നെറ്റ് ഓഫ് ചെയ്തിട്ട് മാപ്പ് കണക്ട് ചെയ്തതിന് ശേഷം നെറ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. മാപ്പ് ഓൺ ചെയ്യുക, ലൊക്കേഷൻ കൊടുക്കുക, ക്ലിയർ ആക്കുക, സ്റ്റാർട്ട് കൊടുത്തിട്ട് നെറ്റ് ഓഫ് ചെയ്ത് പിന്നെ അത് കണക്റ്റ് ആയിട്ടിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പാട്ട് പ്ലേ ചെയ്താൽ നമുക്ക് ബാറ്ററി ചാർജൊക്കെ സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നാ റോഡാണ് മൂവാറ്റുപുഴ ടു തൊടുപുഴ റോഡ്. നല്ല റോഡാട്ടോ. എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മൾ വെച്ച് കീറി പോരാൻ പറ്റുന്ന റോഡാട്ടോ. നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. ഒരിക്കലും വണ്ടിയുടെ പുറകെ കിടക്കരുത്. കിടന്നു കഴിഞ്ഞാൽ നമ്മളവിടെ കിടന്ന് പോരത്തുള്ളൂ. അപ്പോൾ അതിന് നമുക്കൊരു 34 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ അടുക്കാറാകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. തൊടുപുഴ കൂട്ടുകാരനെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ ചോദിച്ചു പോയിട്ട് നമ്മൾ സിമ്പിളായിട്ട് തന്നെ വേണം. ഓക്കെ, മഴയാണോ ഇവിടെ? റോട്ടിൽ നിന്ന് മൂലമറ്റം റൂട്ട്, മൂലമറ്റത്തിൻ്റെ ആ ഭാഗത്ത് നിന്നിട്ടാണ് നമ്മൾ പോകുന്നത്. യെസ് മൂലമറ്റത്തേക്ക് തിരിഞ്ഞ് വാഗമണ്ണൊക്കെ പോകുന്ന റൂട്ട് തന്നെ കേട്ടോ. ഇത് നമ്മുടെ ഒരു മൂലമറ്റം റൂട്ട്. തൊടുപുഴയിൽ നിന്ന് മൂലമറ്റം പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ.
അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കും കേട്ടോ. വേറെ ഒന്നുമല്ല, സാധാരണ പോലെ തന്നെ കൂട്ടുകാരനെ വിളിക്കാൻ വേണ്ടി പോകണം. മിക്കവാറും അവൻ ഫോൺ എടുക്കത്തില്ല. അതാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം ഫോൺ എടുക്കുമെന്ന്. ഫോൺ എടുത്താൽ അതിൻ്റെ കൂടെ നമുക്ക് അടിച്ചു പിടിച്ച് പോകാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ അടിച്ചു പിടിച്ച് പോകുന്നതായിരിക്കും. പുള്ളി ഇവിടെ ഉള്ളതാണ് കേട്ടോ, മൂലമറ്റത്ത് ഉള്ളതാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ്, വളരെ ക്ലോസ് ഫ്രണ്ടാണ്. കണ്ടിട്ട് ഏകദേശം 5 വർഷമാണ്. അവനെടുക്കാൻ ചാൻസ് ഇല്ല. പിന്നെ നമ്മൾ ഈ പോകുന്ന സ്ഥലം ഉളുപ്പുണ്ണി എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹിൽസ് കേട്ടോ. നമ്മൾ നല്ലൊരു ഹിൽസാണ്. അത്യാവശ്യം ചെറിയൊരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കയറി പോകാൻ പറ്റും. ഞാൻ അത്യാവശ്യം ഓഫ് റോഡ് ചെയ്യാനുള്ളൊരു മൈൻഡിലാട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ മൊത്തം പാറക്കല്ലും ഉണ്ടക്കല്ലൊക്കെ ആയിരുന്നു. നമുക്ക് ത്രോട്ടിൽ കൊടുത്തോണ്ട് നമുക്ക് ആ ഒരു പുൽമേട്ടിൽ കൂടെ ഇങ്ങനെ കയറി പോകാൻ പറ്റും. വെയിലാണ്, മൊത്തം കരിഞ്ഞുണങ്ങി കിടക്കുമായിരിക്കും. പക്ഷേ അത് നമുക്ക് പ്രശ്നമില്ല. കാരണം ഏതായാലും നമുക്ക് പ്ലേസ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റും. മഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവനെ വിളിച്ചിട്ട് അതിന് കിട്ടുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ വിളിക്കാൻ പോകുന്നില്ല പുള്ളിനെ. നമ്മളേതായാലും വെച്ചിളക്കി കയറി പോകാൻ വേണ്ടി പോകണം. ഇവിടുന്ന് കുറച്ച് ദൂരോടെ, കുറച്ച് ദൂരോടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിൽ ചെല്ലും. കൊണ്ട് 29 കിലോമീറ്റർ ഉള്ളൂ. 40 മിനിറ്റ് അവിടെ നമ്മൾ ചെല്ലും. ചെളിയും മണ്ണും ഒക്കെ വേണം, എന്നാലാണ് ഒരു ഗുമ്മുണ്ടാവുള്ളൂ ഗൈസ്. അല്ലാതെ നമ്മൾ ചുമ്മാ റോട്ടിൽ കൂടെ ഓടിച്ച് പോകാനാണെങ്കിൽ ഉളുപ്പുണ്ണി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉച്ചിലക്കുത്ത് പോയിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ വന്നു കേട്ടോ. വീഡിയോ കണ്ടിട്ട് ആൾക്കാർ നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമുക്കൊന്ന് സൈലൻ്റ് ആവാം കേട്ടോ. നോക്കിക്കേ, ഒരു ഫീൽ ഗുഡ് വൈബ് കിട്ടിയില്ല ഗൈസ്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്നറിയോ ഗൈസ്? തണുപ്പ് കേട്ടോ. സത്യം പറഞ്ഞാൽ തണുപ്പ്, നല്ല തണുപ്പ്. ഞാൻ നല്ല എൻ്റെ പൊന്നെ പിടിച്ചേ. ചേട്ടാ, ഈ ഉളുപ്പുണ്ണി നേരെയാണോ? ഉളുപ്പുണ്ണി പോലെ കുട്ടികൾ രാവിലെ ക്യാമറ കൊണ്ട് നോക്കുമ്പോൾ തന്നെ ഹായ് ഹലോ നോക്കിക്കേ. അമ്പോ അയ്യോ, നോക്കിക്കേ, ഇവിടെ നിന്ന് ആരും ഇല്ലേ? ഇവിടെ എന്താ രസമാണ് കാണാനായിട്ട്. അയ്യോ, പൊളി സ്ഥലം. എൻ്റെ അമ്മ, ഇതൊരു 1.5 കാഴ്ച കേട്ടോ. ഒരു പോഷൻ മൊത്തമായിട്ട് കാണാനുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കൊരു ഡയലോഗ് പറയാൻ തോന്നുന്നുണ്ട്. നമ്മളെ ട്രാക്ഷൻ 4 പറഞ്ഞൊരു ഡയലോഗ്. പ്രണയം മനുഷ്യനെ പ്രഹരിക്കുന്നേരം പ്രകൃതി പ്രാണനായിടും. കറക്റ്റ് അല്ലേ? ഇതിലുള്ള ടീ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, റോഡ് സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇവിടെ തന്നെ ഇറങ്ങി നിന്നിട്ട് ജസ്റ്റ് ഇവിടുത്തെ വ്യൂ ഒന്ന് ഇവിടെ ഇറങ്ങിയേക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയേക്കാം, എന്നാണ് എൻ്റെ വൈബ് വരത്തുള്ളൂ. എൻ്റെ പൊന്നു ഗൈസ്, നോക്കിക്കേ, ഈ കാണുന്ന നോക്കി നമ്മുടെ തേയില. ഇവിടെ മൂന്നാറിലുള്ള സെയിം സാധനം പൈറോടെ ഇരിപ്പുണ്ട് കേട്ടോ. നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടി നല്ല സെറ്റാക്കിട്ടെ കേട്ടോ. അമ്പോ, ഏത് മൂഡ്! പൊളി വൈബ് ഗൈസ്, പൊളി വൈബ്. ഇപ്പം തന്നെ എനർജി കയറി നല്ല സെറ്റായി വരുന്നുണ്ട്. കുറച്ചുകൂടെ പോകുമ്പോഴത്തേക്ക് സെറ്റപ്പ് ആവും കേട്ടോ. ഞാൻ സത്യമായിട്ടും പറയുന്നത് ഗൈസ്, ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കണ്ട, രോഗികളെ കാണണ്ട, ഡോക്ടറെ കാണണ്ട, ഒന്നും കാണണ്ട. ഡോക്ടറും എല്ലാ സംഭവവും നമ്മൾ തന്നെ ആവുകയാണ്. ഈ പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ചകൾ കണ്ടുണ്ടല്ലോ, അത്ര ബ്യൂട്ടിഫുൾ ആണ്. എനിക്കൊന്ന് ദതാന്ന് തോന്നുന്നു സ്പോട്ട് ദേ കാണുന്നത്. അപ്പോൾ ഇത് കൂടെ കണ്ട് കറങ്ങി നമ്മൾ കയറി വട്ടം കറങ്ങി തെങ്ങോട്ടം കണ്ടു പോകണം. അവിടെ ഒരു സ്പോട്ടുണ്ട് അവിടെ, നമുക്കതാണെന്ന് നോക്കാം. അപ്പോൾ ഏതായാലും ഇവിടുത്തെ പരിപാടി നമ്മൾ കണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ. നമുക്ക് നൈസായിട്ട് ഇനി അങ്ങോട്ട് പോകാം കേട്ടോ. ഓ മൈ ഗോഡ്, സംഭവം കൊള്ളാം, വൈബായിട്ട്. നമുക്കതല്ലേ മുമ്പിലോട്ട് പോട്ടോ. ഫോറസ്റ്റുകാരുടെ ആണോ ആരുടെ അമ്പഴത്തില്ല, ഒരു വണ്ടി വരുന്നുണ്ട്. നല്ല ഇഷ്ടം, പൊളി വൈബ്. ഏത് മൂഡ്! God.
കിട്ടുന്നില്ല. കിട്ടുന്ന വഴി പോവാം, ആ ഒരു ഓപ്ഷനുള്ളൂ. ഏതാ റൂട്ടാവോ? പല കാണുന്നുണ്ട്, കയറിയാലോ? ഓ, കുഴി വിട്ട് സീനാക്കിട്ടൊക്കെ കേട്ടോ, പൊളിയായിരുന്നു. ഇല്ലെങ്കിൽ അയ്യോ, ഫസ്റ്റ് കേട്ടോ സ്കിഡ്. എന്നാ പറ്റിയെന്നറിയോ? ഒന്നും പറ്റിയില്ല. ഇച്ചിരി പെട്രോൾ പോയിട്ടുണ്ട്, പക്ഷെ വണ്ടിക്കൊന്നും പറ്റിയില്ല. നമുക്കൊന്നും പറ്റിയിട്ടില്ല. ഗായ്സ്, ചെറുതായിട്ട് വീണു, ചെറുതായിട്ട് വളഞ്ഞു കേട്ടോ. വളഞ്ഞിട്ടില്ല, കുഴപ്പമില്ല, ഒന്നും പറ്റിയിട്ടില്ല. ചെറിയ രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് വന്നേ. ചെളി പറ്റിയിട്ടുണ്ട് കേട്ടോ, ഇതുണ്ടോ, ചെളി പറ്റിയിട്ടുണ്ട്. കലിപ്പില്ല, റൂട്ട് കയറാൻ പറ്റില്ല. മേളിൽ ചെന്നിട്ടാണോ എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റണ മൊത്തമായിട്ട് നമുക്ക് നോക്കാം. സീനൊന്നുമില്ല. മറിഞ്ഞു വീണുണ്ട്. ഇനി ഞാൻ മറിഞ്ഞു വീഴത്തില്ല ഗൈസ്, ആദ്യമായിട്ടാണ് മറിഞ്ഞു വീഴണേ. വലിയ കൊണ്ട് ഇട്ടൊന്നുമില്ല വണ്ടി അവിടെ. ചെറിയൊരു സീനുണ്ട്. ഇതുണ്ടോ, ഇവിടെയൊക്കെ മൊത്തം ചെളിയായി. കൈ ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട്, കലിപ്പില്ല. ഞാൻ കൊടൂർ ഓഫ് റോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെ പഞ്ഞ കയറ്റത്തിൽ ലെഫ്റ്റ് സൈഡിൽ ഒട്ടും ഇതിലും ചെറുതായിട്ട് പോലും പിടിച്ചേക്കാം. വണ്ടിക്ക് അത്യാവശ്യം വെയിറ്റും ഉണ്ടല്ലോ, NS ഉപയോഗിക്കുന്നവർക്കറിയാം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. ഈച്ച കണ്ണിൽ വന്ന് കയറി ഈച്ചയാണ് കഴിച്ചത്. ചെറിയൊരു മഡ് വന്നിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം കാണാൻ പറ്റില്ലെന്ന് വെച്ചാൽ ഗ്ലാസ് വെച്ചു. ഗ്ലാസ് മാറ്റി കഴിഞ്ഞപ്പോൾ കണ്ണിലാണെങ്കിൽ ഈച്ച കയറാൻ തുടങ്ങി. അത് കാടുകളിൽ ഇങ്ങനത്തെ സ്പോട്ടുകളിൽ പോകുമ്പോൾ പതിവുള്ള കേട്ടോ, നമുക്ക് വിഷയമില്ല. ഇതിങ്ങനെ മഡ് അടിച്ച വഴിയൊക്കെയുള്ളൊരു ഓടിക്കല്. ഉടുപ്പുണ്ണി ചേട്ടാ, ഉടുപ്പുണ്ണി കയറിയിട്ടുണ്ടല്ലോ ചേട്ടാ. ഉടുപ്പുണ്ണി ചേട്ടാ എവിടെ ചേട്ടാ? ഇത് കൂടെയാണോ? ഓക്കെ, ഒത്തിരി ദൂരം ഉണ്ടോ? ആണല്ലേ, ശരി, ഓക്കെ. നല്ലൊരു ചേട്ടൻ. ഇത് തന്നെയായിരുന്നു ഗൈസ്. ഞാനാണെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ സ്പോട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എവിടെ പോയി ഗൈസ്? കാര്യം വേറെ ഒരെണ്ണം അടുപ്പിച്ചാൽ മതി, പക്ഷേ ഇവിടെ എവിടെയോ നമ്പർ പ്ലേറ്റ് ചാടിയിട്ടുണ്ട്. ഞാൻ 1-2 സ്പോട്ടിൽ ഇറങ്ങിയായിരുന്നു. ആ സ്പോട്ടിലാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ടോപ്പ് ഭാഗത്തായിട്ട് ഞാൻ 1-2 സ്പോട്ടിൽ ഞാൻ വണ്ടി തിരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ആണോ എന്നൊന്നും പോയി നോക്കാം.
കൃത്യം ആ കുപ്പിച്ചിലുണ്ടെന്ന് പറഞ്ഞ സ്ഥലമില്ല ഗൈസ്. അവിടെ ഉണ്ട് ഗൈസ്, അവിടെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്രോ ഇവിടെ നമ്പർ പ്ലേറ്റ് കിടന്ന് കിട്ടിയോ ബ്രോ? പക്ഷേ പോസ്റ്റ് ആയിപ്പോയി. നമ്പർ പ്ലേറ്റ് ഇവിടെ എവിടെ ചാടിപ്പോയിരുന്നു. ആ ഈ വഴിക്ക് വന്നപ്പോൾ എല്ലാം കണ്ടായിരുന്നോ? ഓ കിട്ടി 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 കിട്ടി. താഴെ ചെന്നപ്പോഴാണ് നോക്കിയത്. ഇതിലെ വഴിയില്ല, ഞാൻ ജസ്റ്റ് വന്നപ്പോൾ അങ്ങോട്ട് ചാടിച്ചതാ വണ്ടിയെ. പോസ്റ്റ് എന്തോ എങ്ങോട്ടാ കയറ്റാൻ വേണ്ടി ഒന്ന് മലക്കം വെട്ടി ഇവിടെ വളഞ്ഞു പോയി. അന്നേരം വീണ് താഴെ വേറൊരു വഴി കയറി നോക്കിയതാ. പക്ഷെ അന്നേരം ഒറ്റക്കായോടെ കയറി പോകുന്നാണ് എനിക്ക് തോന്നണേ. അടിമാലി. നിങ്ങളെവിടുന്നാ? ചേർത്തലയാ? ആ ഓക്കെ. നമ്പർ പ്ലേറ്റിന് പിന്നെ നോക്കാം. ഇനി എല്ലാം ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നാ പോക്കോട്ടെ. ഓക്കെ. അല്ല ഞാൻ വെച്ചില്ല, അത് എടുത്തു വെച്ചു. ഇനി ചാടി പോയി ചിലപ്പോ. നമ്പർ പ്ലേറ്റ് കിട്ടി ഗൈസ്. ഗൈസ് നമ്പർ പ്ലേറ്റ് പോയ വഴി ഒരു നമ്പർ പ്ലേറ്റ് തപ്പി നമ്മൾ പിന്നെയും അത് വെച്ച് നമ്മൾ കയറിപ്പോട്ടോ. കയറിപ്പോകാൻ പറ്റിയാൽ നന്നായി ഇരുന്നു. കയറിപ്പോകാമോ? ഇവിടത്തില്ലേ? അയ്യോ പണിയായ. എന്തോ? ആ അതെവിടെയാ? ആ ആണല്ലേ. പോസ്റ്റായില്ല. പ്രൈവറ്റ് വെഹിക്കിൾ നോ എൻട്രി ആണല്ലോ. ഞാനും ഉളുപ്പുണ്ണി എനിക്ക് കയറണം. അവനെ വിളിക്കട്ടെ. മനസ്സിലാവുന്ന പോലെ പറയടാ. ഫോറസ്റ്റുകാർ ജീപ്പ് മാത്രമേ കയറ്റുള്ളൂ, വേറെ ഇല്ലല്ലേ? കിടന്ന് കറങ്ങുന്നു. ഇനി അപ്പോൾ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ. നമ്മൾ ആ കോൺക്രീറ്റ് അല്ലേ, ഒരു രക്ഷയില്ല കയറാൻ കേട്ടോ. ഉളുപ്പുണ്ണി വൻ ലോക്കായിട്ടുണ്ട് പ്ലേസ്. അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ദിവസമൊക്കെ ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ ചെക്ക് പോസ്റ്റിൽ. അന്ന് വന്നാൽ മതിയായിരുന്നു, ഇന്നലെ വന്നാൽ മതിയായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് കയറിയേ പറ്റുള്ളൂ. നമ്മൾ പ്രതീക്ഷ കൈവിടുന്നില്ല. ഒരു പക്ഷേ കയറാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ എഫേർട്ട് ഇട്ടു, കുറേയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി പോസിറ്റീവായിട്ട് നമ്മൾ എന്ത് സംഭവിക്കുമോ നമുക്ക് നോക്കാം. എല്ലാം നടന്ന എല്ലാം കുട്ടീന്, നടക്കാൻ പോണ എല്ലാം കുട്ടീന്, ഇനി നടക്കാതിരിക്കുന്നതും കുട്ടീന്. പോയി നോക്കട്ടെ. കോൺക്രീറ്റ് തീർന്നിടത്ത് ലെഫ്റ്റിലേക്ക് ഒരു വഴി ഉണ്ടായിരുന്നു. ആ വഴി ഞാൻ ആദ്യം കയറാമെന്ന് വിചാരിച്ചായിരുന്നു. ആ വഴി കയറാം, വേറെ ഓപ്ഷൻ ഇല്ല. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. വഴിയൊക്കെ നിങ്ങൾ 1-2 പ്രാവശ്യം കണ്ടതല്ലേ. ഓക്കെ. എന്തോ ഒരു ഐറ്റം, ഇതെന്തോ സാധനമാണെന്ന് പിടികിട്ടില്ല. എന്തോ ഒരു കായ കേട്ടോ. എന്നാ നോക്കട്ടെ. തേനീച്ചക്കൂടാണോ? ഇതെന്താണ് സംഭവം? ആർക്കറിയാം, കാട്ടിലുള്ളതാണ്. എന്താ പോലും ഇത് ഗൈസ്. നമ്മളുണ്ടല്ലോ ചുറ്റിപ്പോയി കേട്ടോ. പക്ഷേ എനിക്ക് ഇത്രയും ദൂരം ഞാൻ വന്നിട്ട് നമ്പർ പ്ലേറ്റ് ഇളകിപ്പോയി. നമ്മൾ ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടും നമുക്ക് അവിടെ കയറാൻ പറ്റിയില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഈഗോ ഹേർട്ട് ചെയ്യും ഗൈസ്. ഏതായാലും പോവുക, മുന്നോട്ട് പോവുക, അവിടെ ചെന്നിട്ട് നോക്കുക. കാരണം ഇന്ന് ഏതായാലും അടുത്ത വേണ്ടിയിട്ട് ചിലവഴിക്കാൻ വേണ്ടി തീരുമാനിച്ചാണ്. ഒരു പക്ഷേ ഇവിടെ പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു പ്ലാൻ ബി തയ്യാറാക്കി നമ്മൾ അടുത്ത ഏതായാലും ഡെസ്റ്റിനേഷൻ പിടിക്കും. ഏതായാലും ഇപ്പം ഞാൻ സ്റ്റിൽ കുറച്ച് സെഡായിട്ടാണ് നിൽക്കണേ.
തണൽ കണ്ടപ്പോൾ ഒന്ന് വണ്ടി ചവിട്ടിയത് കേട്ടോ. പക്ഷെ അങ്ങനെ നമുക്ക് ഇതാക്കാൻ പറ്റില്ല ഗൈസ്. ഏതായാലും മുന്നോട്ട് തന്നെ നമ്മൾ പോകുന്നു. എങ്ങനെ നമ്മൾ പോവല്ലേ? ആള് പറഞ്ഞു പോവാന്ന്. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും മുന്നോട്ട് തന്നെ പോവാം ഗൈസ്. നമ്മുടെ ഫോറസ്റ്റുകാർ തൂക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വഴി പോയി കഴിഞ്ഞാൽ അറിയത്തില്ല. നമ്മൾ സാധാരണ ഫോറസ്റ്റുകാരുടെ വായിലൊക്കെ പോയി ചാടിയിട്ടുള്ളതാണ്. പക്ഷെ കൈയും കാര്യം പിടിച്ച് ഊരിയിട്ടുണ്ട്. ഇവിടെ ഒന്ന് ശ്രമിച്ച് നോക്കാം എങ്ങനെയാന്ന്. ഓക്കെ, ആണല്ലേ? വണ്ടി കയറ്റാൻ പറ്റുമെന്ന് കിടിലൻ സ്പോട്ടായിരുന്നു. അതെങ്ങനെയാ പോകുന്നേ? അപ്പുറത്ത് ചെല്ലുമ്പോൾ ഒരു കോൺക്രീറ്റ് റോഡാണ്. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു പോയാൽ ഓ, ഇനി അങ്ങോട്ട് പോയാലും ഓക്കെ ആയിരുന്നു. ബ്രോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ കോൺക്രീറ്റ് തീരുന്നുണ്ടല്ലോ, അവിടുന്ന് ചെറിയൊരു വഴി മേളിലേക്ക് കിടപ്പില്ലേ? അതില് കയറ്റി വിടുന്നില്ല. അത് അവിടെ കണ്ടോ അവര് വന്നിട്ടുണ്ട്. അവരിപ്പോ അവിടെ ചെന്നിട്ട് നടന്നു കയറി പോകും. ആണല്ലേ? ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ ഇതേ ഒരു ഓപ്ഷൻ ഉള്ളൂ, കോൺക്രീറ്റ് റോഡ്. ഇനിയിപ്പോൾ അതായിട്ട് ഒരു ഓപ്ഷൻ ഉള്ളൂ. ഒന്ന് ആലോചിക്കട്ടെ. മേലെ ബൈക്ക് എത്തിയിട്ട് പോകണമെന്നാണ് വന്നേ. ബട്ട് ഇതുവഴി വിടമാട്ടെ, അന്ത വഴി பார்க்கும்போது அந்த வழியும் போக விடமாட்டே. ஆனால் அந்த மலை இருக்கும்ல, அந்த ஒரு சின்னதாக இருக்கும், அங்கே போகலான்னு அவர் சொல்லிட்டாரு. அப்போ இங்கேருந்து கொஞ்சம் தூரம் போனதுக்கப்புறம் ஒரு கான்க்ரீட் முடிஞ்சதுக்கப்புறம் அங்கேருந்து ரைட் எடுத்திங்கன்னா அங்கே போகலான்னு. அது கொஞ்சம் நல்லா தான் இருக்கும்னு நினைக்கிறேன். மதுரையா? ஓஃப் பொண்ணு. വ്ളോഗ് தான் பண்ணிட்டு இருக்காங்க. நீங்கள் வரீங்களா? நான் அங்கே போகிறேன். നമുക്കതെല്ലാം അങ്ങോട്ട് പോകാം ഗൈസ്, വേറെ വഴിയില്ല. ഏതാണാവോ വഴി? കർത്താവേ, പോകുമാർ പൊടി വരുന്നുണ്ടല്ലോ, പുറകെ വരുന്നുണ്ട്. പോയി നോക്കാം. കോൺക്രീറ്റ് തീർത്തിട്ട് ബൈക്കില്ലാതെ നമ്മൾ എവിടെയും പോകത്തില്ല. കുഴപ്പമില്ലാത്തൊരു മലയാട്ടോ ഗൈസ്. അതാരും അങ്ങനെ ചൂസ് ചെയ്യാറില്ലെന്ന് തോന്നുന്നു. പക്ഷെ അത് അവരും വരുന്നുണ്ട്. ടാറിങ് റോഡാണോ അതോ മണ്ണ് റോഡാണോ? ടാറിങ്ങാണോ മണ്ണാണോ? മണ്ണ് റോഡ്. അവര് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. എന്താ മനസ്സിലായി ഗൈസ്, ഇവന്മാര് കൊള്ളാൻ കേട്ടോ. നമുക്കതിന് പോയി നോക്കാം. പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പോട്ടോ. ക്രൈസി ഗൈസ്. ഓ മൈ ഗോഡ്. കുഴപ്പമില്ല. അവര് പുറകെ വരുന്നുണ്ട് കേട്ടോ. ഏതാ റൂട്ടെന്ന് വെച്ചാ, റൂട്ട് 2 വഴിയുണ്ടല്ലോ. ഏത് വഴിയാ? മല എന്താ വഴിയാതെ ഇറക്കും എനിക്കത്. പോങ്ക ബ്രോ, നീങ്ക പോങ്ക. தெரியாது, போய் பார்க்கலாம். എൻ്റെ പൊന്ന് ഗൈസ്, അതോ ആ വഴിയാണോ? ഇത് വേറെ ഏതോ വഴി കേട്ടോ. ആ വഴിക്കല്ല, ഇത് വട്ടം കറങ്ങിയാണല്ലോ പോകുന്നത്. ദേവന്മാരെ ആ വഴി പോയി ഗൈസ്. ഏതായാലും വഴി നമുക്ക് നോക്കാം, ഏതാ റൂട്ട് എന്നൊക്കെ ജസ്റ്റ് നോക്കാം കേട്ടോ. കുറച്ച് ഒരു ലേക്ക് ഇருக்கு കീഴെ. തമിഴ്നാട്ടിലേക്ക് പോയി താഴെ ഒരു ലേക്ക് ഉണ്ട് കേട്ടോ. ചോദിച്ചിട്ട് കേട്ട്, ചേച്ചി ഞങ്ങളെ ആ ഫസ്റ്റ് പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വന്നപ്പോൾ ഓപ്പോസിറ്റ് ഒരു മല കണ്ടു. അത് എവിടെ? ഈ റൂട്ടാണോ അതോ ഇതേ വഴിക്കാണോ? ഈ വഴിക്കല്ലേ?
നിങ്ങൾ വേണ്ട അവിടെ വന്നേച്ചേ, അവിടെ ഒരു താഴോട്ട് റോഡ് കിടപ്പില്ലേ, ഈ ഒരു മേളിലൊരു വാർക്കക്കെട്ടില്ലേ, ആ റോഡിന് അങ്ങോട്ട് പോകണം. ആ റോഡ് താഴോട്ടുള്ളേ, ആ മണ്ണ് വഴി അങ്ങോട്ട് ചെല്ലുമ്പോ ആ നേരെ താഴോട്ടുള്ള റോഡ്. ഈ വഴി നേരെ പോയാലോ? അങ്ങനെ പോലെ വനവാ അവിടെ. അങ്ങോട്ടാ പോണ്ടേ? വനത്തിലോ? ആ എന്നാ ആ റോഡ് അങ്ങോട്ട് പോക്കോ. അങ്ങോട്ട് പോണേ. പോക്കണം. ആന ഇറക്കാ. അമ്മ പ്രശ്നമില്ലേ? സെറ്റ്. ആ വഴി അറിയത്തില്ലൊരു സൂപ്പർ ഇതില്ല. എല്ലാവരും കൂടെ പോവാ. വിറ്റ് കേസ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. വനമാണെന്നാണ് പറയണേ. വനത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറി പോകട്ടോ. എൻ്റെ പ്ലാൻ നടക്കില്ല. എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഓടിച്ച് കിണ്ണം കാഴ്ച കയറി ഇടയ്ക്ക് പോകാന്നുള്ള സെറ്റപ്പാണ്. ഇഷ്ടം പോലെ ഇടവഴിയുന്നുണ്ട് കേട്ടോ ഇവിടെ. ഓ മൈ ഗോഡ്. ഞാൻ കൺഫ്യൂഷനായില്ല വഴി. പിള്ളേര് കലിപ്പാവും. കൊടുവനാണോ? ആനകളുള്ള സ്ഥലമാണോടെ? ആന ഉണ്ടെന്നാ ചേച്ചി പറഞ്ഞായിരുന്നു കേട്ടോ ചേച്ചി. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ പോയിന്റിലേക്ക് കയറി വരുന്നുണ്ട്. പൊളി 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 പൊളി. പൊളിയാട്ടോ, കുഴപ്പമില്ല, വൈബുണ്ട്. ഓഫ് റോഡ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം കുറച്ചുള്ളൂ, കലിപ്പില്ല. ഏത് സ്ഥലമാണെങ്കിലും നമ്മൾ ഈ സ്ഥലം കണ്ട് കഴിയുന്നതോടുകൂടി നമ്മുടെ വൈബ് ഓൾമോസ്റ്റ് കിട്ടും. നമുക്ക് പോയി നോക്കാം എത്രത്തോളം നമുക്ക് വൈബ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരു സ്പോട്ടും കേട്ടോ ആൾക്കാർ കളക്ട് ചെയ്യാൻ തന്നെ ഒരു ഇവിടുത്തെ ഒരു നെയിം ഇട്ട് ഈ സ്പോട്ടും കൂടെ വൈൽഡാക്കിയാൽ പോലെ സീറ്റിനൊക്കെ തെറിച്ചു പോകുന്നു ഗൈസ്. ഒടുക്കത്തെ കുണ്ടും കഴിയും. അമ്പോ സീൻസ്. നമ്മള് എനിക്കിങ്ങനെ പയ്യെ പോകാൻ പറ്റില്ല, ഞാനിങ്ങനെ സ്പീഡിൽ ഏതോ ഒരു വഴി.
ഇത് സ്പോട്ട്. എൻ്റെ പൊന്നു ഗൈസ്, കൊള്ളായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, അതായിരിക്കും നനക്കില്ല ഉളുപ്പുണ്ടെങ്കിൽ. അമ്പോ, എത്ര വണ്ടികൾ കയറിയിട്ടുണ്ടോ കേട്ടോ. നല്ല വഴിയായിരുന്നു, കുഴപ്പമില്ല. അടിയിടിച്ച ഏതാ? ആ അത് അങ്കിരുന്ന ഇത് പാട്ട്. ഓ, அந்த வழியெல்லாம் இருக்கு மேலே, പക്ഷെ போக முடியாது, எல்லாமே JCB வச்சுட்டு தோண்டிருக்காங்க. പൊളി കഴിവ് കേട്ടോ. ഹെൽമെറ്റ് നൂരാനി കുറച്ച് നേരം. ഇതേ കാണുന്ന സ്പോട്ടാട്ടോ ഉളുപ്പുണ്ണി എന്ന് പറയുന്നത്. ഇതേ സ്പോട്ടാണ് ഉളുപ്പുണ്ണി. അവിടെ നിന്ന് നമ്മൾ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്ന് കറങ്ങി ഇത്രയും ദൂരം കറങ്ങി നമ്മൾ ഈ മലയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒരു MT ഉണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ NS, പിന്നെ ഒരു നമ്മുടെ ഒരു ഇതൊരു റോയൽ എൻഫീൽഡ് ഇരിപ്പുണ്ട് കേട്ടോ. ബ്രോ ഒന്ന് പരിചയപ്പെടാം. പേരെങ്ങനെ? അബ്ദുൾ റഹ്മാൻ. മധുരൈ തന്നെ? മധുരൈ. മുഹമ്മദ്, പിന്നെ മുഹമ്മദ് നിവാസ്. வந்துட்டீங்களா இல்ல மதுரையிலிருந்து உளுப்புண்ணி ஸ்பாட் போட்டு ஸ்ட்ரைட்டா வந்துட்டீங்களா? எங்க ஸ்டே பண்ணீங்க? வாகமன்ல. ஓஹோ, இங்க இந்த மிரர் எல்லாம் கழட்டிட்டு வந்திருக்கீங்களா அங்க இருந்து? இங்க ரொம்ப ஃபைன். அது MPD பார்த்துட்டீங்கன்னா ஃபைன் கிடச்சிடும். ஸ்டிக்கர் இது பிரச்சனை, இது கொஞ்சம் பிரச்சனை இருக்கும். அது பிரச்சனை இல்லை, அப்படியே போயிட்டு இருந்தா போதும். சரியா ബ്രോ? நல்லா இருக்கு இந்த പ്ലേസ് ഗൈസ്. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോണ്ടല്ലോ എനിക്ക് ഈ സ്പോട്ട് കണ്ട് കളക്ട് ആയി. അപ്പോൾ ഇവരും കൂടെ എൻ്റെ കൂടെ കയറി പോകുന്നു കേട്ടോ. ഞാനൊരു ആപ്പിൾ മേടിച്ചു. ഞാൻ സാധാരണ ഇവിടെ പോകുമ്പോൾ ആപ്പിൾ ഉണ്ട്. വാഷ് പണ്ണതാ സാപ്പിളുങ്ക. അപ്പോൾ നമുക്കൊരു ആപ്പിൾ കഴിക്കാം. ഞാൻ എല്ലാം മലമണ്ടയിൽ പോയാലുണ്ടല്ലോ ഇതുപോലത്തെ ഒരു ആപ്പിൾ കഴിക്കും ഗൈസ്. എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും കേട്ടോ ഒമ്പോ ഇത് രസില്ല. ഇതവിടെ ചെറിയൊരു ടീ പ്ലാന്റേഷൻ, അവിടെയൊക്കെ റിസോർട്ടുകളുണ്ട് കേട്ടോ. ഇത് കൂടി ഇങ്ങനെ വളഞ്ഞ് വഴികൾ കിടപ്പുണ്ട്. ഇങ്ങനെ വളഞ്ഞ് പിള്ളേഴ്സിറ്റ് ഫുള്ള് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. മുളച്ചുറങ്ങുന്നുണ്ട്. കുറച്ച് കാലം മുന്നേ ആയിരുന്നെങ്കിൽ മഴക്കാലത്തൊക്കെ ഒന്ന് നല്ല മഞ്ഞായിരിക്കും കേട്ടോ ഇവിടെ. സമയം ഏകദേശം 11 മണി ആവാറായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നത്. അങ്ങനെ സ്ഥലം ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളാരെങ്കിലും വരുന്നുണ്ട് പോരെ. പണം ഒത്തിരി സമ്പാദിച്ചിട്ടും എന്ത് സാധനമാണെങ്കിലും ഒരുപാട് സമ്പാദിച്ചിട്ട് കാര്യമില്ല കാര്യം. നമ്മൾ നമ്മുടെ ലൈഫിൽ കുറച്ച് ടൈം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മറ്റ് കമ്പനികൾക്ക് ജോലി ചെയ്ത് കൊടുക്കുന്നു, അവരുടെ കാര്യങ്ങൾ ഇതാക്കിക്കൊണ്ട്. അപ്പം നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മറന്നു പോവാം ചില കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്യുക. ഈ സർവേ കല്ലെന്നൊക്കെയാണെന്ന് തോന്നുന്നു ഇതിന് പറയുന്നത്. ഈ കല്ലിന് മേടി വന്ന് നിന്നിട്ട് ഇതെങ്ങനെ നോക്കുന്നുണ്ട് ഗൈസ്. നോക്കൂ, വൈബ് നോക്കി, എന്താ വൈബ്. അവിടെയൊക്കെ ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. മഴക്കാലത്ത് എല്ലാ വെള്ളച്ചാട്ടങ്ങളും ആക്റ്റീവ് ആവും. അവിടെ വന്നാൽ നല്ല കാഴ്ച കാണാൻ പറ്റും കേട്ടോ.
കിടിലം പോയിന്റാണ്. ഞാൻ ഏതായാലും ഇവിടുത്തെ ഈ പോയിന്റിൻ്റെ ലൊക്കേഷൻ ഏതായാലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം കേട്ടോ. ബോട്ടിൽ നിന്ന് നമ്മൾ കയറി വരുമ്പോൾ ആ ഒരു സ്പോട്ടല്ലേ, ചെറിയ സ്പോട്ട്, ഹെവി ആയിരുന്നു കേട്ടോ. അതൊന്നും പറയാനില്ല, നല്ല ഓടിച്ചങ്ങോട്ട് പിടിക്കാൻ പറ്റിയ കിടിലം സ്പോട്ടായിരുന്നു. അപ്പോൾ ഏതായാലും അവരും വന്നിട്ടുണ്ട്, അവരും അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ആ മലമണ്ടേ നമുക്ക് കയറാൻ പറ്റത്തില്ല, നടന്നു വേണം പോകാനായിട്ട്. അപ്പോൾ ഏതായാലും ഗൈസ് എങ്ങനെയുണ്ട് സ്ഥലം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. കുറച്ച് ഫോട്ടോസ് എടുക്കും ഗൈസ്. ഓക്കെ, എല്ലാം വണ്ടി സെറ്റായിട്ടുണ്ട്. வச்சிருங்க ப்ரோ. അടുത്ത വീഡിയോയിൽ കാണാം. ഇവിടുത്തെ ഇഷ്ടമായിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.